യു ഗൈസ് ഹലോ. സോ ഇന്ന് നമ്മുടെ എൻ്റെ ഐഡൽ, എൻ്റെ റോൾ മോഡൽ, എൻ്റെ എല്ലാം എല്ലാമായിരുന്ന റൊണാൾഡോ ഹി ഫെയിൽഡ് അറ്റ് ഹിസ് വേൾഡ് കപ്പ് കരിയർ. ഒരു വേൾഡ് കപ്പ് ഇല്ലാതെ പടിയിറങ്ങുന്നു എൻ്റെ ഐഡൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇന്നലെ മാച്ച് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. മാച്ച് കണ്ടു കഴിഞ്ഞ് ഞാൻ കിടക്കുകയാണ്. എൻ്റെ മൈൻഡ് ഒന്നും വരുന്നില്ല. സങ്കടമാണോ, ഒരു ഹോപ്പ്ലെസ് ആണോ, ഐ ഡോണ്ട് നോ. ജസ്റ്റ് ഒരു എംപ്റ്റി ഫീലിംഗ്, നത്തിങ് എൽസ്. ആൻഡ് ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഐ ജസ്റ്റ് കാൺട്ട് ബിലീവ് ദാറ്റ് മൈ റോൾ മോഡൽ ഈസ് നോട്ട് പ്ലേയിങ് എനി മോർ. ആൻഡ് അയാളുടെ കരിയർ ഒരു വേൾഡ് കപ്പ് ഇല്ലാതെ പോകുന്നു. യെസ്, ഓഫ് കോഴ്സ് റൊണാൾഡോ പറഞ്ഞിട്ടുണ്ട് വേൾഡ് കപ്പ് മറ്റേ ടൂർണമെൻറ്റ് മാത്രമാണ്, 6 or 7 ഗെയിംസ്. അത് വെച്ചിട്ട് ട്രോൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ട്രോൾ ചെയ്തോളൂ, കുഴപ്പമില്ല. അയാൾ എപ്പോൾ തൊട്ട് കളിച്ചു തുടങ്ങിയിട്ടുണ്ടോ അന്ന് മുതൽ ട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ. കാരണം ഒരു മനുഷ്യൻ, ഐ മീൻ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുന്നുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട്, റൊണാൾഡോയെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യന് ഒരു ആഗ്രഹത്തിന് വേണ്ടി, ഒരു പാഷന് വേണ്ടി മാക്സിമം വർക്ക് ചെയ്ത് അയാൾ എവിടെ എത്തിപ്പെടാതിരിക്കുമ്പോൾ ആൾക്കാർ സന്തോഷിക്കും. പിന്നെ അയാളെ എത്തിപ്പെടാൻ വേണ്ടി അയാൾ ചെയ്യുന്ന സ്റ്റെപ്സ് അല്ലെങ്കിൽ അയാളുടെ ബിലീഫ്സ്, അത് ആൾക്കാർ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. കാരണം അത് അയാൾക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ അയാൾ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ പേഴ്സണലി റൊണാൾഡോ ഫാൻ ആയത് ഒരിക്കലും അദ്ദേഹത്തിന്റെ കളി കണ്ടിട്ടല്ല. കളി കണ്ടിട്ടുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഞാൻ എൻ്റെ കാലത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ 90s കിഡ്സിനാണ് റൊണാൾഡോയുടെ ഒരു പ്രൈം ടൈം ഒക്കെ അറിയാവുന്നത്. അയാളുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലുള്ള സമയത്തും റിയൽ മാദ്രിദിലുള്ള സമയത്തും അൾട്രാ പ്രൈം ആയിരുന്നു ആള്. ഒരു അറ്റാക്കർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫിനിഷർ, ഒരു നമ്പർ 9 പ്ലെയർ, അതിൽ ഏറ്റവും ബെസ്റ്റ് റൊണാൾഡോ തന്നെയായിരുന്നു. ഓഫ് കോഴ്സ് മെസ്സിയായിട്ട് കമ്പാരിസൺ ഉണ്ട്, പക്ഷേ മെസ്സിയുടെ റോൾ വേറെയാണ് ടീമിൽ. മെസ്സി, ഞാൻ എപ്പോഴും പറയുന്നത് മെസ്സിയാണ് റൊണാൾഡോയെക്കാളും ബെറ്റർ പ്ലെയർ. ഫുട്ബോൾ പ്ലെയർ ഈസ് നോ ഡൗട്ട് മെസ്സി തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും ബെസ്റ്റ് ഫുട്ബോൾ പ്ലെയർ. പക്ഷേ ഒരു ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അല്ലെങ്കിൽ ഒരു പ്ലെയർ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കണമെങ്കിൽ അയാളൊരു പ്ലെയർ മാത്രമായ മതിയോ? അയാൾ അതിൻ്റെ പുറത്തും അയാളുടെ സ്റ്റോറിയും അയാളുടെ ബിലീഫ്സും അതെല്ലാം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ലേ? ഫോർ എക്സാമ്പിൾ റൊണാൾഡോ, ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 5ാം ക്ലാസ് സമയത്ത് വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും എസ്കേപ്പ് ചെയ്യുന്നത് സ്പോർട്സിലൂടെ ആയിരുന്നു ആ സമയത്ത്. ഇപ്പം സ്പോർട്സിലൂടെ എനിക്ക് കമ്പമില്ല, കമ്പമുണ്ട്, പക്ഷെ എന്നാലും ഫിസിക്കലി ഞാൻ വീക്കാണ്, എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാൻ വേറെ കാര്യം ചോയ്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ സമയത്ത് ഫുട്ബോൾ എനിക്കൊരു ലഹരിയായിരുന്നു. ഫുട്ബോൾ ഞാൻ ഭയങ്കരമായിട്ട് കളിക്കുന്ന ഒരാളായിരുന്നു. ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എന്നെ മോട്ടിവേറ്റ് ചെയ്ത വീഡിയോസ്, അന്ന് എനിക്ക് തോന്നുന്നു ഒരു ചെറിയ അമ്മയുടെ ഒരു മൊബൈൽ ഉണ്ടായിരുന്നു, ടച്ച് സ്ക്രീൻ തന്നെയാണ്, പക്ഷെ അതിനകത്ത് വീഡിയോ പ്ലേ ചെയ്യും, നോക്കിയുടെ ആയിരുന്നു. അപ്പം ആ വീഡിയോ, അതിനകത്തുള്ള ഒരു വീഡിയോ ആയിരുന്നു മെസ്സി വേഴ്സസ് റൊണാൾഡോ, ലൂസി യുവർസെൽഫ്, എമിനമിൻ്റെ പാട്ട് വെച്ചിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. സോ ഞാനെപ്പോഴും, എനിക്കിങ്ങനെ സന്ദർഭം, വീട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോഴും എല്ലാം മാറി നിന്ന് ഈ ഒരു വീഡിയോ കണ്ട് എനിക്കെന്തോ അപ്പോഴേ റൊണാൾഡോയുടെ വല്ലാത്തൊരു ആരാധന, വല്ലാത്തൊരു എന്താ പറയുക, അയാളുടെ സ്റ്റോറി കേട്ട് കഴിഞ്ഞിട്ട് നമ്മളെ തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ. അതായത് ഞാൻ അയാളെ പോലെ ഗ്രേറ്റ് അങ്ങനെയല്ല, ഒരു നമ്മൾ തളർന്നിരിക്കുമ്പോൾ നമുക്കൊരു വിശ്വാസം തരാം, നമുക്കൊരു ഹോപ്പ് തരാം, നമ്മൾ ഡ്രീം ചെയ്യാനെല്ലാം പഠിപ്പിച്ചൊരു വ്യക്തി കൂടിയാണ് റൊണാൾഡോ. പിന്നെ ഇന്ന് ഞാൻ റീൽ കണ്ടു, ഒരു കുട്ടി കിടന്ന് കരയുക. ആ കുട്ടിയുടെ കരയാണ്. ആ കുട്ടി റൊണാൾഡോയുടെ ഒരു പ്രേം കളിയൊന്നും കാണാനുള്ള ചാൻസ് ഇല്ല, പക്ഷെ കിടന്ന് കരയാ. എൻ്റെ അച്ഛനും അമ്മയും കിടന്ന് പാടുപെടുക അതിനെ ആശ്വസിപ്പിക്കാനായിട്ട്. സോ ആ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ വ്യക്തി എത്രമാത്രം പ്രഭാവം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരാളുടെ മനസ്സിൽ, അത് എല്ലാവർക്കും മനസ്സിലാവില്ല. മെസ്സി ഈസ് എ ടാലൻ്റ് ആണ്, ഇഷ്ടംപോലെ ടാലൻസ് ഉണ്ട്. പക്ഷെ റൊണാൾഡോ ടാലൻ്റ് ഉണ്ട്, പക്ഷെ അതിനേക്കാൾ ഉപരി അയാളുടെ ബിലീഫ് സിസ്റ്റം, അയാളുടെ വർക്ക് ചെയ്ത രീതി. സോ ഐ ജസ്റ്റ് വാണ്ട് ടു, വീഡിയോ ചെയ്യുന്നതാണ്, എനിക്കൊരു താങ്ക് യു പറയണം, എൻ്റെ ഐഡലിൻ്റെ അടുത്തൊരു താങ്ക് യു പറയണം. അയാൾ എന്നെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് ആർക്കും പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. ഹി വാസ് ഓൾവേസ് എ ഐഡൽ ഫോർ മീ. സോ കൊച്ചിലെ അയാളുടെ കണക്കുള്ള ബോഡി, അങ്ങനെ സംഭവം ഉണ്ടല്ലോ. വേറെ ഒന്നും പറയല്ല, നമുക്ക് റൊണാൾഡോ ഫാൻസിനെ ഉപയോഗിച്ചിട്ടുള്ളതേ ഉള്ളൂ എന്ന് ആശ്വസിക്കുക. അതായത് നമ്മളെപ്പോഴും ട്രോള് ചെയ്യപ്പെടും, നമ്മളെ കളിയാക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഒരിക്കലും മെസ്സിയെ കളിയാക്കിയിട്ടില്ല, മെസ്സി അങ്ങനെ ചെയ്തിട്ടില്ല. മെസ്സി എനിക്കറിയാം, മെസ്സി ഈസ് ദ ഗ്രേറ്റസ്റ്റ് പ്ലെയർ. പക്ഷെ റൊണാൾഡോ ഫാൻസ് എപ്പോഴും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. കാരണം നമുക്ക് നമ്മളടുത്ത് പറയുന്നുണ്ട് ആൾക്കാർ, ഇങ്ങനെയാണ് റൊണാൾഡോ. ഞാൻ പറയും, ഇപ്പോൾ റൊണാൾഡോ അയാളുടെ പീക്കൊന്നും അല്ല, 41 വയസ്സിൽ അയാൾ പീക്കല്ല, അയാൾ വീക്കാണ്.
പോർച്ചുഗൽ ടീമിൽ ഒരു പക്ഷേ ഈ ഒരു കളിയിൽ റൊണാൾഡോ സബ് ഇറക്കി വേറൊരാളെ ഇറക്കിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ പ്രഷർ മാറുമായിരുന്നു. പക്ഷേ ആസ് എ റൊണാൾഡോ ഫാൻ സങ്കടമുണ്ട്. പക്ഷെ എന്നാലും അയാൾക്കുള്ള സാധനമൊന്നും മാറാൻ പോകുന്നില്ല. ഇനി പോർച്ചുഗലിന് ഞാൻ ഒരിക്കലും പോർച്ചുഗൽ ടീമിൻ്റെ സപ്പോർട്ടല്ല, റൊണാൾഡോ ഫാനാണ്. അതുകൊണ്ട് മാത്രം പോർച്ചുഗലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഇനി വേൾഡ് കപ്പും ഫുട്ബോളൊന്നും പഴയ പോലെ ആയിരിക്കത്തില്ല എന്ന് നല്ല ബോധമുണ്ട്. ഇറ്റ്സ് ഓക്കെ. എൻ്റെ ഒരു പ്രായവും എൻ്റെ കരിയറും വേറെയാണ്. അപ്പോൾ അതേ ഫോക്കസ് ചെയ്യാമല്ലോ ഇനി. സോ ഐ ജസ്റ്റ് വാണ്ട് ടു സേ താങ്ക് യു മൈ ഐഡൽ, my Cristiano Ronaldo, my CR7. Thank you for all the memories, all the hope that you have given to me. Thank you so much.